ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന LGS മാരത്തോൺ ഡേ 2024 100 ഡേയ്സ് ചലഞ്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ LGSന്റെ ഓൺലൈൻ ക്ലാസിന്റെ പേര്. സുഹൃത്തുക്കൾ എല്ലാവരും ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തോളണേ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത സുഹൃത്തുക്കളെ ഒന്ന് ജോയിൻ ചെയ്യുക. ഇവിടെ പറയാത്ത കുറച്ച് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം നമ്മുടെ ഏറ്റവും പുതിയ LGS മാരത്തോൺ 2024ലേക്ക്. ഇനി നമുക്ക് നോക്കാനുള്ളത് 2024 LGSന്റെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ എന്ത് ചെയ്യണം, നമ്മുടെ LGS പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ ഏകദേശം 100 ദിവസമുണ്ട്. ഈ 100 ദിവസം കൊണ്ട് സുഖമായിട്ട് നമുക്ക് 2024 LGS ക്ലിയർ കട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ആഴ്ചയും സൺഡേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ്. അത് നമ്മൾ തിങ്കൾ മുതൽ ശനി വരെ പഠിച്ചിട്ടുള്ള മുഴുവൻ പോയിന്റ്സും ചേർത്തുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവരും LGS റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പൊ നമുക്ക് സമയം കളയണ്ട. ഇന്ന് എന്താണ് പഠിക്കാനുള്ളത്? ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഏത് വിഭാഗത്തിൽ നിന്നാണെന്ന് ചോദിച്ചാൽ താപവൈദ്യുതിയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും താപവൈദ്യുതിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അല്ലാതെ ജലവൈദ്യുതിയിൽ നിന്നല്ല. മിക്ക സുഹൃത്തുക്കളും ഓപ്ഷനിൽ ജലവൈദ്യുതി കാണുമ്പോൾ ആൻസർ കൊടുക്കും. അത് തെറ്റാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും എങ്ങനെയാണ്? താപവൈദ്യുതിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര. എന്നാൽ ഒരു ചോദ്യം സുഹൃത്തുക്കൾക്ക് ഇവിടെ ചോദിക്കുവാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ജലവൈദ്യുത പദ്ധതിയാണ് കേട്ടോ. ജലവൈദ്യുത പദ്ധതിയിൽ നിന്നാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് താപവൈദ്യുതിയിൽ നിന്നും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണത്? മഹാരാഷ്ട്ര സംസ്ഥാനമാണ്. ആരാണ് സുഹൃത്തുക്കളെ? അവന് മഹാരാഷ്ട്ര സംസ്ഥാനമാണ്. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട താപവൈദ്യുത നിലയങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ താപവൈദ്യുത നിലയങ്ങളും സുഹൃത്തുക്കളെ എക്സാമിന് മുമ്പ് പഠിച്ചിട്ട് പോകണം. കാരണം SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്. അത് മാത്രമല്ല, ഇതിൽ പറയുന്ന ഏകദേശം 5ഓളം താപവൈദ്യുത നിലയങ്ങൾ 100ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ചതാണ്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഇന്ത്യയിലെ പ്രധാന താപവൈദ്യുത നിലയങ്ങളിൽ ഈ പറഞ്ഞിരിക്കുന്ന താപവൈദ്യുത നിലയങ്ങൾ നിങ്ങൾ പഠിക്കാതെ പോവരുത്. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അവന്മാർ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിലെ പല താപവൈദ്യുത നിലയങ്ങളും PSCയുടെ ഇഷ്ട ട്രെൻഡിങ് ചോദ്യങ്ങളിൽ ഇപ്പോഴും കിടക്കുന്നതാണ്. നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട താപവൈദ്യുത നിലയങ്ങളൊന്ന് നോക്കാം. കോർബ CPAT, കോർബ CPAT ഛത്തീസ്ഗഡ്. അപ്പൊ ഛത്തീസ്ഗഡ് സ്ഥിതി ചെയ്യുന്ന കോർബ CPAT താപവൈദ്യുത നിലയം. താൽച്ചർ താപവൈദ്യുത നിലയം ഒഡീഷ. താൽച്ചർ താപവൈദ്യുത നിലയം എവിടെയാണ്? ഒഡീഷ. വിന്ധ്യാചൽ താപവൈദ്യുത നിലയം മധ്യപ്രദേശ്. വിന്ധ്യാചൽ താപവൈദ്യുത നിലയം മധ്യപ്രദേശ്. മുന്ദ്ര താപവൈദ്യുത നിലയം ഗുജറാത്ത്. മുന്ദ്ര താപവൈദ്യുത നിലയം എവിടെയാണ്? ഗുജറാത്തിലാണ്. രാമകുണ്ടം തെലുങ്കാന. രാമകുണ്ടം താപവൈദ്യുത നിലയം തെലുങ്കാന. അപ്പോ പ്രധാനപ്പെട്ട താപവൈദ്യുത നിലയങ്ങൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. കോർബ CPAT എവിടെ? ഛത്തീസ്ഗഡിൽ. രണ്ട് താപവൈദ്യുത നിലയമാണ് കേട്ടോ. അവർ രണ്ടുപേരും ഛത്തീസ്ഗഡിലെ. താൽച്ചർ താപവൈദ്യുത നിലയം ഒഡീഷ. വിന്ധ്യാചൽ മധ്യപ്രദേശ്. മുന്ദ്രോ ഗുജറാത്ത്. രാമകുണ്ഠം തെലുങ്കാന. ഇത്രയും പ്രധാനപ്പെട്ട താപവൈദ്യുത നിലയങ്ങൾ സുഹൃത്തുക്കൾ പഠിച്ചിരിക്കണം. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയും താപവൈദ്യുത നിലയവും അവയുടെ സംസ്ഥാനവും പഠിക്കുമ്പോൾ നമുക്ക് സമയം ഒരുപാട് നഷ്ടപ്പെടില്ലേ എന്ന് വിചാരിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി നമുക്കൊരു സിമ്പിൾ കോഡിലൂടെ അവനെ അങ്ങ് പഠിച്ചാലോ? വളരെ ഈസി ആയിട്ട് പഠിക്കാം കേട്ടോ. കോഡ് ഇത്രയേ ഉള്ളൂ. കോറിൽ സിപ വന്നു ചത്ത TVM കാരനായ
ഒമാഗു രാമന്റെ ആനയായി. പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ സുഹൃത്തുക്കളെ. കോറിൽ സിപ്പ വന്നു ചത്ത തിരുവനന്തപുരത്തിന്റെ ഷോർട്ട് ഫോം കേട്ടോ, TVM കാരനായ ഒമാഗു. ആ TVM കാരന്റെ തിരുവനന്തപുരംകാരന്റെ പേരെന്താണ്? ഒമാഗു എന്നാണ് കേട്ടോ. ഒമാഗു രാമന്റെ ആനയായി എന്നങ്ങ് പഠിക്കുക. ഒന്നുകൂടി പറയുവാണ് കോഡ്, വളരെ ഈസി കോഡാണ്. കോറിൽ സിപ്പ വന്നു ചത്ത TVM കാരനായ ഒമാഗു രാമന്റെ ആനയായി മാറി. ഒരു 5 തവണ ഈ കോഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തങ്ങ് കേൾക്കുക സുഹൃത്തുക്കളെ. നിങ്ങളുടെ മനസ്സിലിരിക്കും. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. കോറിൽ സിപ്പ വന്നു ചത്ത TVM കാരനായ ഒമാഗു രാമന്റെ ആനയായി. നമുക്കിനി കോഡൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. കോറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർബ താപവൈദ്യുത നിലയം. കോറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോർബ താപവൈദ്യുത നിലയം. സിപ്പ എന്ന് പറഞ്ഞാൽ സിപ്പറ്റ് താപവൈദ്യുത നിലയം. ഓൾറെഡി നമ്മൾ പറഞ്ഞു. കോറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർബ താപവൈദ്യുത നിലയം. സിപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിപ്പറ്റ് താപവൈദ്യുത നിലയം. ചത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ്. ചത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഛത്തീസ്ഗഡ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കോർബ താപവൈദ്യുത നിലയവും സിപാറ്റ് താപവൈദ്യുത നിലയവും എവിടെ സ്ഥിതി ചെയ്യുന്നു? ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പൊ അത് അത്രയും ഓക്കെ ആയി. ഇനി TVM കാരനായ ഒമാഗു. TVM കാരനായ ഒമാഗു. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽച്ചർ. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? താൽച്ചർ താപോയിത നിലയം. അതിന്റെ നേരെ താഴെ ആരാടെ വരുന്നത്? ഒമാഗുവിന്റെ O അല്ലേ വരുന്നത്? അപ്പൊ ഒഡീഷ സംസ്ഥാനം. കിട്ടിയേ. TVM കാരനായ എന്ന് പറയുന്ന ടി എന്ന് പറയുന്നത് താൽച്ചർ താപോയിത നിലയം. ആ വ്യക്തിയുടെ പേര് നമ്മൾ പറഞ്ഞു ഒമാഗു എന്നാണ്. അതിൽ ആദ്യത്തെ O എന്ന് പറയുന്നത് ഒഡീഷയെ സൂചിപ്പിക്കുന്നു. അപ്പോ താൽച്ചർ താപോയിത നിലയം ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്ധ്യാചൽ താപോയിത നിലയം. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിന്ധ്യാചൽ താപോയിത നിലയം. അതിന്റെ തൊട്ട് താഴെ കിടക്കുന്ന മായാണ്. അപ്പോ മധ്യപ്രദേശ്. വിന്ധ്യാചൽ താപോയിത നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അതിനുശേഷം വരുന്നതാണ് എം. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്ദ്രോ താപോയിത നിലയം. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുന്ദ്രോ താപോയിത നിലയം. അതിന്റെ തൊട്ട് താഴെ കിടക്കുന്ന ആരാണ്? ഗു ആണ്. അപ്പോൾ ഉത്തരം ഗുജറാത്ത്. അതിന്റെ തൊട്ട് താഴെ ആരാണ് കിടക്കുന്നത്? ഗു ആണ്. അപ്പൊ എന്താണ്? ഗുജറാത്ത് സംസ്ഥാനത്തിലാണ് മുന്ദ്രോ താപോയിത നിലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം. കോറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർബ താപോയിത നിലയം. സിപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിപ്പറ്റ് താപോയിത നിലയം. സിപ്പ വന്നു ചത്ത. TVM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താർച്ചല്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്ധ്യാചല്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്ദ്രോ. ഇനി ഒമാഗു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഡീഷ. മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശ്. ഗു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത്. സെറ്റായി. ഇനി രാമന്റെ ആനയാണ് നമുക്ക് നോക്കാനുള്ളത്. രാമന്റെ ആനയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമകുണ്ഠം. രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? രാമകുണ്ഠം. ആനയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, തെലുങ്കാന. ആന എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? തെലുങ്കാന. അതിനെയാണ് നമ്മളോട് ആന എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ തെലുങ്കാനയാണ് നമ്മള് ആന എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രാമന്റെ ആനയായി എന്ന് പറഞ്ഞാല് രാമകുണ്ഠം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തെലുങ്കാനയാണ്. തെലുങ്കാനയാണ് രാമകുണ്ഠം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും സുഹൃത്തുക്കളെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ജസ്റ്റ് ഒന്ന് സമയം കണ്ടെത്തുക. ഒരു 5 തവണ ഈ ഒരു കോഡൊന്ന് റിപ്പീറ്റ് ചെയ്യുക. കേരള PSC ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുള്ള എല്ലാ താപവൈദ്യുത നിലയം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ പഠിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് PSC പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും കൃത്യമായി പഠിച്ചു തീർക്കേണ്ട ഭാഗമാണ്. കാരണം ഇനി പറയാൻ പോകുന്ന എല്ലാ പോയിന്റും 100ൽ കൂടുതൽ തവണ PSC ആവർത്തിച്ച ചോദ്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മേഖലയാണ് പറയുന്നത്. ഇവയിൽ പറയുന്ന എല്ലാ പോയിന്റ്സും 100ൽ കൂടുതൽ തവണ PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം പഠിക്കാം. യോഗക്ഷേമ സഭ രൂപീകരിച്ചത് VD ഭട്ടതിരിപ്പാടാണ്. ആരാണ്? VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ രൂപീകരിച്ചത്. ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി സുഹൃത്തുക്കൾക്ക് തെറ്റിയ പോയിന്റ് ആണ്. സുഹൃത്തുക്കളെ, ഇതിന്റെ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം അങ്ങ് പഠിച്ചു കളയാം. ഒരു യോഗം കൂടുമ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? നമ്മള് നിലവിളക്കിനകത്ത് തിരിയിട്ട് കത്തിക്കും അല്ലെ? എന്നിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു യോഗം ആരംഭിക്കുന്നത്. ഏതൊരു യോഗം ആരംഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ വിളക്കിൽ തിരിയിട്ട് ആ തിരി കത്തിച്ചതിന് ശേഷമായിരിക്കും യോഗം ആരംഭിക്കുന്നത്. അപ്പോ യോഗക്ഷേമ സഭ രൂപീകരിച്ച വ്യക്തി ആരാണ്? VT തിരിപ്പാട്. അപ്പൊ തിരിയിട്ട് കത്തിച്ചിട്ടാണ് യോഗക്ഷേമ സഭ ആരംഭിച്ചതെന്ന് ഓർത്ത് വെച്ചിരിക്കുക. യോഗക്ഷേമ സഭ രൂപീകരിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. ഇനി മറക്കൂലല്ലോ സുഹൃത്തുക്കളെ. യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം?
വിളക്കിനകത്ത് തിരിയിട്ട് കത്തിക്കണം. അപ്പൊ യോഗക്ഷേമ സഭ ആരംഭിച്ചത് VT പട്ടതിരിപ്പാട്, മറക്കരുത്. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികള്, സമത്വ സമാജം ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജത്തിന്റെ രൂപീകരണം ആരെന്ന് ചോദിച്ചാല് വൈകുണ്ഠ സ്വാമികള്. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി, ആനന്ദ മഹാസഭ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. അതിൽ തന്നെ ഉണ്ട് ആള്. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. കണ്ടോ, രണ്ട് ആനന്ദന്മാര് കിടക്കുന്നുണ്ടോ അതിനിടയ്ക്ക്? ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗി എന്ത് ചെയ്തു? പുള്ളിക്കാരന്റെ പേരിന്റെ കുറച്ചെടുത്ത് എന്ത് ചെയ്തു? ഒരു സഭ അങ്ങ് ആരംഭിച്ചു, ആനന്ദ മഹാസഭ. അപ്പോ ആനന്ദ മഹാസഭ ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി എന്നങ്ങ് പഠിച്ചു വെക്കുക. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം ആരാണ് സുഹൃത്തുക്കളെ? വാഗ്ഭടാനന്ദൻ. നമ്മുടെ ആത്മാവിൽ നിന്നല്ലേ സുഹൃത്തുക്കളെ വാക്ക് പുറത്തു വരുന്നത്? നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്നുമാണ് വാക്ക് പുറത്തു വരുന്നത് എന്നങ്ങ് പഠിക്കുക. അപ്പോ ആത്മവിദ്യാസംഘം രൂപീകരിച്ച വ്യക്തി ആരാണ്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം രൂപീകരിച്ച വ്യക്തി ആരാണ്? വാഗ്ഭടാനന്ദൻ. അപ്പോ ആത്മാവിൽ നിന്നാണ് വാക്ക് വരുന്നത് എന്നങ്ങ് പഠിച്ചു വെക്കുക. ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. അരയില് കറുപ്പാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. അരയിൽ എന്താണ്? കറുപ്പാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. അരയ സമാജം രൂപീകരിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു പോർഷൻ പഠിച്ചെടുക്കുക എന്ന് മാത്രം സുഹൃത്തുക്കൾ വിചാരിക്കുക. അരയ സമാജം രൂപീകരിച്ചത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. സാധുവായ അയ്യൻ എന്നങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയാണ്. സാധുവായ അയ്യൻ എന്നങ്ങ് പഠിച്ചു വെക്കുക. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയാണ്. സാധുവായ അയ്യൻ എന്നങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. നായർ സർവീസ് സൊസൈറ്റി എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. NSS നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ. ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? കുമാര ഗുരുദേവൻ. സുഹൃത്തുക്കളെ, ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അതൊരു ദേവനല്ലേ പറ്റത്തുള്ളൂ. ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അത് ആരായിരിക്കണം ആ സഭ രൂപീകരിക്കേണ്ടത്? ഒരു ദേവനായിരിക്കണം രൂപീകരിക്കേണ്ടത്. അത്രേ ഉള്ളൂ. പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. പ്രത്യക്ഷ രക്ഷ ദൈവസഭ രൂപീകരിച്ചത് കുമാര ഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് ആരാണ്? കുമാര ഗുരുദേവനാണ്. മറക്കരുത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് ആരാണ്? കുമാര ഗുരുദേവനാണ്. അപ്പോ ഒരു ദൈവങ്ങൾക്ക് വേണ്ടി ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അതൊരു ദേവനായിരിക്കണം. പഠിച്ചു വെച്ചേക്കാ സുഹൃത്തുക്കൾ, ഒരിക്കലും മറന്നു പോവരുത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചതാരെന്ന് ചോദിച്ചാൽ കുമാരഗുരു ദേവനാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം നമ്മൾ PSC പഠിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ്. ശ്രീനാരായണ ഗുരു അതിൽ തന്നെ ഉണ്ടല്ലേ. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. അതിൽ തന്നെ ഉണ്ട്. നമുക്ക് 1 മാർക്കോ അതിൽ കൂടുതലോ കിട്ടാൻ സാധ്യതയുള്ള മേഖലയിലുള്ള ചോദ്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പൊ ഒന്നുകൂടി പറയുവാണ്, ഡൗട്ടുള്ള സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. യോഗക്ഷേമ സഭ രൂപീകരിച്ചത് VT പട്ടതിരിപ്പാടാണ്. യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? വിളക്കിലെ തിരിയിട്ട് കത്തിക്കും. അപ്പൊ പട്ടതിരിപ്പാട്. സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ഠ സ്വാമികള്. ആനന്ദ മഹാസഭ രൂപീകരിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. രണ്ടിടത്തും ആനന്ദമുണ്ട് കേട്ടോ. ബ്രഹ്മാനന്ദ ശിവയോഗി. ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് വാഗ്ഭടാനന്ദൻ. ആത്മാവിൽ നിന്നാണ് വാക്കുണ്ടാകുന്നത്. ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് വാഗ്ഭടാനന്ദൻ. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. അരയില് കറുപ്പാണ് എന്ന് പഠിച്ചു വെക്കുക. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. സാധുവായ അയ്യൻ എന്ന് പഠിച്ചു വെക്കുക. സാധുവായ അയ്യൻ എന്ന് പഠിക്കുക. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. നായർ സർവീസ് സൊസൈറ്റി NSSന്റെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ. ദൈവങ്ങൾക്ക് വേണ്ടി ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അതൊരു ദേവനെ പറ്റുള്ളൂ. അപ്പോ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് കുമാരഗുരു ദേവനാണ്. പിന്നെ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം ആരാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ശ്രീനാരായണ ഗുരുവാണ്. ആ ചോദ്യത്തിൽ തന്നെ ഉത്തരം അടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തതായി ചേരുംപടി ചേർക്കുക. PSCയുടെ ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചേരുംപടി ചേർക്കുക. ഇതിന്റെ ശരിയായ ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ C ആണ് ഇതിന്റെ ശരിയായ
ശരിയായ ഉത്തരം റബ്ബർ വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. റബ്ബർ വർക്ക്സ് സ്ഥിതി ചെയ്തത് തിരുവനന്തപുരം. അതുപോലെ തന്നെ ടാറ്റ ഓയിൽ മിൽ സ്ഥിതി ചെയ്തത് കൊച്ചിയിലാണ്. ടാറ്റ ഓയിൽ മില്ല് കൊച്ചിയിലാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി എവിടെയാ വന്ന സുഹൃത്തുക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയാം, ട്രാവൻകൂറിലാണ്. ബാസിലിക്കൽ ഇവാഞ്ചലിക്കൽ മിഷൻ എവിടെയാ വന്നത് സുഹൃത്തുക്കളെ? നമ്മുടെ മലബാറിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 2 പോയിന്റ് ഉണ്ടല്ലേ ഇതിനകത്ത്. അപ്പൊ ഒന്നുകൂടി പറയാം, ചേരുംപടി ചേർക്കുക എന്നുള്ള ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അതായത് റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം, ടാറ്റ ഓയിൽ മില്ല് നിലവിൽ വന്നത് കൊച്ചിയിലാണ്, ലണ്ടൻ മിഷൻ സൊസൈറ്റി വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ട്രാവൻകൂറിലാണ്, ബാസിലിക്കൽ ഇവാഞ്ചലിക്കൽ മിഷൻ വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മലബാറിലാണ്. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ഇതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി തന്നെയാണ്. ഇതിന്റെയും ശരിയായ ഉത്തരം ഏത് തന്നെയാണ്? ഓപ്ഷൻ സി തന്നെയാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് AG വേലായുധനാണ്. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി AG വേലായുധൻ. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി EK നയനാരാണ്. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? EK നയനാരാണ്. അതുപോലെ സാക്ഷരത പിതാവ് എന്നറിയപ്പെടുന്നത് ചാവറ അച്ഛനാണ്. സാക്ഷരത പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചാവറ അച്ഛനാണ്. കൊച്ചി പ്രചാര മണ്ഡലവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ഇക്കണ്ട വാര്യരാണ്. കൊച്ചി പ്രചാര മണ്ഡലവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? ഇക്കണ്ട വാര്യരാണ്. അപ്പോ പാലിയ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി AG വേലായുധനാണ്. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി EK നയനാരാണ്. സാക്ഷരത പിതാവ് എന്നറിയപ്പെടുന്നത് ചാവറ അച്ഛനാണ്. കൊച്ചിൻ പ്രജാമണ്ഡലം ആരംഭിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ഇക്കണ്ട വാര്യർ, അല്ലെങ്കിൽ കൊച്ചിൻ പ്രജാമണ്ഡലവും ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി ഇക്കണ്ട വാര്യറാണ്. നമുക്ക് പഠിക്കാനുള്ളത് നഗരവും നഗരത്തിന്റെ സ്ഥാപകരെയുമാണ്. ബാലരാമപുരം പട്ടണം പണിതത് ഉമ്മിണിത്തമ്പിയാണ്. പഠിക്കുക, ബാലരാമപുരം പട്ടണം പണിതത് ആരാ സുഹൃത്തുക്കളെ? ഉമ്മിണിത്തമ്പിയാണ്. വർക്കല പട്ടണം നിർമ്മിച്ചത് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ്. കൊല്ലം നഗരം നിർമ്മിച്ചത് മാർസാപ്പിറീസോയാണ്. ഒരുപാട് തവണ ചോദിച്ച ചോദ്യം. കൊല്ലം നഗരം നിർമ്മിച്ചതാരെന്ന് ചോദിച്ചാൽ അത് മാർസാപ്പിറീസോയാണ്. ആലപ്പുഴ നഗരം രാജ കേശവദാസൻ. ആലപ്പുഴ നഗരം നിർമ്മിച്ചതാരാണ്? രാജ കേശവദാസനാണ്. അതുപോലെ ചാല കമ്പോളം നിർമ്മിച്ചതും രാജ കേശവദാസനാണ്. പഠിച്ചോളണേ, ആലപ്പുഴ നഗരം നിർമ്മിച്ചതാരെന്ന് ചോദിച്ചാൽ രാജ കേശവദാസനാണ്. ചാല കമ്പോളം നിർമ്മിച്ചതാരെന്ന് ചോദിച്ചാൽ രാജ കേശവദാസനാണ്. കോട്ടയം നഗരം നിർമ്മിച്ചത് T രാമറാവു. പഠിക്കണം, ഇമ്പോർട്ടന്റ്. കോട്ടയം നഗരത്തിന്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ അത് T രാമറാവു ആണ്. തൃശൂർ നഗരത്തിന്റെ സ്ഥാപകൻ ശക്തൻ തമ്പുരാൻ. ഏറ്റവും കൂടുതൽ PSC PQ ആയി ചോദിച്ച ചോദ്യം. തൃശൂർ നഗരത്തിന്റെ സ്ഥാപകൻ ആരാണ്? ശക്തൻ തമ്പുരാനാണ്. പത്തനംതിട്ട നഗരത്തിന്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ അത് KK നായരാണ്. പഠിക്കുക, പത്തനംതിട്ട നഗരത്തിന്റെ സ്ഥാപകൻ ആരാണ്? KK നായരാണ്. ഫറോക്ക് സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ടിപ്പു സുൽത്താനാണ്. ഫറോക്ക് നഗരത്തെ സ്ഥാപകൻ ആരാണ്? ടിപ്പു സുൽത്താനാണ്. ഒന്നുകൂടി പറയുവാണ്, നഗരം നിർമ്മിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ഉമ്മിണിത്തമ്പിയാണ്. കല നിർമ്മിച്ചതാരെന്ന് ചോദിച്ചാൽ അത് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ്. കൊല്ലം നഗരം നിർമ്മിച്ചതാണെന്ന് ചോദിച്ചാൽ അത് മാർസാപ്പിറീസോയാണ്. ആലപ്പുഴ നഗരത്തിന്റെ സ്ഥാപകൻ രാജ കേശവദാസൻ. ചാല കമ്പോളത്തിന്റെ സ്ഥാപകൻ ചോദിച്ചാൽ രാജ കേശവദാസൻ. കോട്ടയം നഗരത്തിന്റെ സ്ഥാപകൻ T രാമറാവു ആണ്. തൃശൂർ നഗരത്തിന്റെ സ്ഥാപകൻ ശക്തൻ തമ്പുരാൻ. പത്തനംതിട്ട നഗരത്തിന്റെ സ്ഥാപകൻ KK നായരാണ്. ഫറോക്കിന്റെ സ്ഥാപകൻ ആരാണ്? ടിപ്പു സുൽത്താനാണ്. പഠിക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മളുടെ സിമ്പിൾ കോഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കൾ പഠിക്കുക. ഒന്നാമത്തെ കോഡ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. ബാലന്റെ ഉമ്മ അയ്യ വർക്കായി എന്നങ്ങ് പഠിക്കുക. ബാലന്റെ ഉമ്മ അയ്യ വർക്കായി എന്നങ്ങ് പഠിക്കുക. ബാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലരാമപുരം, ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മിണിത്തമ്പി, അയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള, വർക്കായി എന്ന് പറഞ്ഞാൽ വർക്കല. പഠിക്കുക, ബാലന്റെ ഉമ്മ അയ്യ വർക്കായി എന്നങ്ങ് പഠിക്കുക. ബാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലരാമപുരം, ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മിണിത്തമ്പി, അയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള, വർക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കല. കോഡ് ഒന്നുകൂടി പറയുവാണ്, ബാലന്റെ ഉമ്മ അയ്യ വർക്കായി എന്നങ്ങ് പഠിക്കുക. നമ്മുടെ രണ്ടാമത്തെ കോഡിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. നമ്മുടെ രണ്ടാമത്തെ കോഡാണ് ചാലയിൽ ആലയിട്ട രാജൻ രാമന്റെ കോട്ടയിൽ ശക്തമായി ത്രിശൂലം കുത്തി എന്നങ്ങ് പഠിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PSC ചോദിച്ചിട്ടുള്ള എല്ലാ നഗരങ്ങളും അതിന്റെ സ്ഥാപകരും ഇതിനകത്തുണ്ട്. ചാലയിൽ ആലയിട്ട രാജൻ രാമന്റെ കോട്ടയിൽ ശക്തമായി ത്രിശൂലം കുത്തി എന്നങ്ങ് പഠിക്കുക. ഇതിൽ ചാലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാല കമ്പോളത്തെ സൂചിപ്പിക്കുന്നു. ആല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആലപ്പുഴ ജില്ലയെ സൂചിപ്പിക്കുന്നു. ആല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആലപ്പുഴ നഗരത്തെ സൂചിപ്പിക്കുന്നു. രാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ കേശവദാസനെ സൂചിപ്പിക്കുന്നു. അപ്പോ ചാല കമ്പോളവും ആലപ്പുഴ നഗരവും നിർമ്മിച്ചതാരെന്ന് ചോദിച്ചാൽ രാജ കേശവദാസനാണ്. ഇനി രാമന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T രാമറാവു. കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം. അപ്പോ കോട്ടയം നഗരത്തിന്റെ സ്ഥാപകനാരാണ്? T രാമറാവു ആണ്. രാമന്റെ കോട്ടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T രാമറാവു.
കോട്ടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം നഗരത്തെ സൂചിപ്പിക്കുന്നു. അപ്പോ കോട്ടയം നഗരത്തിന്റെ സ്ഥാപകൻ ആരാ സുഹൃത്തുക്കളെ? ടി രാമറാവു ആണ്. ശക്തമായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശക്തൻ തമ്പുരാനെയാണ്. അതുപോലെ തന്നെ തൃശൂലം കുത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൃശൂർ നഗരത്തെയാണ്. പഠിക്കുക. ശക്തമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തൻ തമ്പുരാൻ, തൃശൂലം കുത്തിയിലെ തൃശൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശൂർ നഗരത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ശക്തൻ തമ്പുരാനാണ് തൃശൂർ നഗരത്തിന്റെ സ്ഥാപകൻ. ശക്തൻ തമ്പുരാനാണ് എന്ത്? തൃശൂർ നഗരം സ്ഥാപിച്ചത്. കോഡ് ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ചാലയിൽ ആലയിട്ട രാജൻ രാമന്റെ കോട്ടയിൽ ശക്തമായ തൃശൂലം കുത്തി. കോഡ് ഒന്നുകൂടെ പറയുവാണ്, ശ്രദ്ധിച്ചിരിക്കണേ. ചാലയിൽ ആലയിട്ട രാജൻ രാമന്റെ കോട്ടയിൽ ശക്തമായി തൃശൂലം കുത്തി എന്നങ്ങ് പഠിക്കുക. ഈ കോഡ് സുഹൃത്തുക്കൾ ഒരിക്കലും മറക്കില്ല. നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് 1 മാർക്ക് പ്രതീക്ഷിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാറാണ്. കേരളത്തിൽ 2020 നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. വന്ന ജില്ല ഏതാ സുഹൃത്തുക്കളെ? മലപ്പുറം ജില്ല. 2020 കേരളത്തിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് കരിമ്പുഴ വന്യജീവി സങ്കേതം. വർഷം എത്രയാണ്? 2020 ആണ്. അത് ഏതു ജില്ലയിലാണ്? മലപ്പുറം ജില്ലയില്. ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് കരിമ്പുഴ വന്യജീവി സങ്കേതം. ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് കരിമ്പുഴ വന്യജീവി സങ്കേതം. കേരളത്തിലെ 2ാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. ഇത് വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ 2ാമത്തെ വലിയ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം പെരിയാറാണ്. കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം പെരിയാറാണ്. കേരളത്തിലെ 2ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം പറമ്പിക്കുളമാണ്. കേരളത്തിലെ 2ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് പറമ്പിക്കുളമാണ്. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ശെന്തുരുണിയാണ്. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് ശെന്തുരുണിയാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാറാണ്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് നെയ്യാറാണ്. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണത്? അത് ആറളം വന്യജീവി സങ്കേതമാണ്. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആറളം വന്യജീവി സങ്കേതമാണ്. ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം ആരംഭിച്ച വന്യജീവി സങ്കേതം കുറിഞ്ഞി വന്യജീവി സങ്കേതം. കൺഫ്യൂഷൻ ആവരുത്. ഒരു സസ്യത്തിന്റെ പേരിൽ ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം ആരംഭിച്ച വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് കുറിഞ്ഞി വന്യജീവി സങ്കേതവും. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ അത് ശെന്തുരുണി വന്യജീവി സങ്കേതം. ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം ആരംഭിച്ച വന്യജീവി സങ്കേതം കുറിഞ്ഞി വന്യജീവി സങ്കേതം. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് ശെന്തുരുണി വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ നമുക്ക് പറയാം ചെന്തുരുണി വന്യജീവി സങ്കേതം. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. കേരളത്തിൽ 2020 നിലവിൽ വന്ന വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം. ഇത് നിലവിൽ വന്നത് മലപ്പുറം ജില്ലയിലാണ്. ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് കരിമ്പുഴ വന്യജീവി സങ്കേതം. കേരളത്തിലെ 2ാമത്തെ വലിയ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് മുത്തങ്ങ വന്യജീവി സങ്കേതം. ഇത് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. കേരളത്തിലെ 2ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് പറമ്പിക്കുളമാണ്. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ശെന്തുരുണിയാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാറാണ്. ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം ആരംഭിച്ച ആദ്യത്തെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് കുറിഞ്ഞി വന്യജീവി സങ്കേതം. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. അത് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. നമ്മുടെ അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. ഒത്തിരി സുഹൃത്തുക്കൾക്ക് അറിയാവുന്ന പോയിന്റ് ആയിരിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ, അതായത് ജലത്തിന്റെ അടിയിലൂടെയുള്ള മെട്രോ നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചാല് അത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ആരംഭിച്ച തീയതി 2024 മാർച്ച് 6. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോളെ, നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ആരംഭിച്ച തീയതി എന്നാ സുഹൃത്തുക്കളെ? 2024 മാർച്ച് മാസം 6 തീയതി. പഠിക്കുക. അണ്ടർ വാട്ടർ മെട്രോയുടെ നീളം 16.6 കിലോമീറ്റർ ആണ്. അണ്ടർ വാട്ടർ മെട്രോയുടെ നീളം എത്രയാണ്? 16.6 കിലോമീറ്റർ ആണ്. അണ്ടർ വാട്ടർ മെട്രോ സ്ഥിതി ചെയ്യുന്ന നദി ഹൂഗ്ലി നദി. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഏത് നദിക്ക് കുറുകയാണ് എന്ന് PSC ചോദിക്കും. ഉത്തരം ഹൂഗ്ലി നദിക്ക് കുറുകയാണ്. കൊൽക്കത്ത അണ്ടർ വാട്ടർ മെട്രോ ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഹൗറയെയും സാൾട്ട് ലേക്കിനെയും തമ്മിലാണ്. പഠിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കൊൽക്കത്ത അണ്ടർ വാട്ടർ മെട്രോ ബന്ധിപ്പിക്കുന്ന കൊൽക്കത്തയിലെ നഗരങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഹൗറയെയും അതുപോലെ തന്നെ സാൾട്ട് ലേക്കിനെയും തമ്മിലാണ്. അണ്ടർ വാട്ടർ മെട്രോയിൽ ഭൂഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേഷനുകളുടെ എണ്ണം 3 അതായത് ജലത്തിന്റെ അടിയിലെ എത്ര സ്റ്റേഷൻസ് ഉണ്ടെന്ന് ചോദിച്ചാല് 3 സ്റ്റേഷൻസ് ഉണ്ട്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, പഠിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ആരംഭിച്ച തീയതി 2024 മാർച്ച് 6 അണ്ടർ വാട്ടർ മെട്രോയുടെ നീളം എത്രയെന്ന് ചോദിച്ചാൽ 16.6 കിലോമീറ്റർ ആണ്. അണ്ടർ വാട്ടർ മെട്രോ സ്ഥിതി ചെയ്യുന്ന നദി ഹൂഗ്ലി നദിയാണ്. കൊൽക്കത്ത അണ്ടർ വാട്ടർ മെട്രോ ബന്ധിപ്പിക്കുന്ന കൊൽക്കത്തയിലെ നഗരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് ഹൗറയെയും സാൾട്ട് ലേക്കിനെയും തമ്മിലാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. ഹൗറയെയും സാൾട്ട് ലേക്കിനെയും തമ്മിലാണ്. അണ്ടർ വാട്ടർ മെട്രോയില് ഭൂഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേഷനുകളുടെ എണ്ണം അല്ലെങ്കിൽ ജലത്തിന്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേഷനുകളുടെ എണ്ണം ചോദിച്ചാല് 3 പഠിക്കുക. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹത്തെ കുറിച്ച് പഠിക്കാനാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ജൂസ് ദൗത്യം? ഒന്നുമില്ല സുഹൃത്തുക്കളെ, ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹത്തെ കുറിച്ച് പഠിക്കാനാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ജൂസ് ദൗത്യം എന്ന് ചോദിച്ചാൽ ഉത്തരം വ്യാഴമാണ് കേട്ടോ. ആ ജൂസിന്റെ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂപ്പിറ്ററിനെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. ജൂസിന്റെ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മറക്കരുത്, ജൂപ്പിറ്ററിനെ സൂചിപ്പിക്കുന്നതാണ്. ജൂസിന്റെ പൂർണ്ണ രൂപം ചോദിച്ചു കഴിഞ്ഞാൽ ജൂപ്പിറ്റർ ഐസി മൂൺസ് എക്സ്പ്ലോറർ എന്നാണ് പഠിക്കുക. ജൂസ് സാറ്റലൈറ്റിന്റെ അല്ലെങ്കിൽ കൃത്രിമോപഗ്രഹത്തിന്റെ പൂർണ്ണമായ പേര് രൂപം എന്തെന്ന് ചോദിച്ചാല് ജൂപ്പിറ്റർ ഐസി മൂൺസ് എക്സ്പ്ലോറർ എന്നാണ്. ജൂസ് കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ചത് ഫ്രഞ്ച് ഗയാനയിലെ കൗറുയിൽ നിന്നാണ്. ജൂസ് കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്നാണ്. ജൂസ് കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ച തീയതി 2023 ഏപ്രിൽ മാസം 13. ജൂസ് കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ച തീയതി 2023 ഏപ്രിൽ മാസം 13. ജൂസ് വിക്ഷേപണ വാഹനം എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ജൂസ് കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ച വാഹനം എന്ന് ചോദിച്ചാൽ ഏരിയൻ 5 റോക്കറ്റ് ആണ്. പഠിക്കുക. ജൂസ് കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ച വാഹനം എന്ന് ചോദിച്ചാൽ അത് ഏരിയൻ 5 റോക്കറ്റ് ആണ്. ജൂസ് കൃത്രിമോപഗ്രഹം പഠനവിധേയമാക്കുന്ന വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ യൂറോപ്പ, കാലിസ്റ്റോ, ഗാനിമേഡ്. ഇമ്പോർട്ടന്റ് പോയിന്റ്, ഈ ഭാഗത്ത് വ്യക്തമായിട്ട് പഠിക്കേണ്ട പോയിന്റ് ആണ് പറഞ്ഞത്. ജൂസ് കൃത്രിമോപഗ്രഹം പഠനവിധേയമാക്കുന്ന വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? യൂറോപ്പ, കാലിസ്റ്റോ, ഗാനിമേഡ് എന്നിവയാണ്. യൂറോപ്പ, കാലിസ്റ്റോ, ഗാനിമേഡ് എന്നിവയാണ് പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഏതു ഗ്രഹത്തിന്റെ ഉപഗ്രഹത്തെ കുറിച്ച് പഠിക്കാനാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ജൂസ് ദൗത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യാഴത്തെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജൂപ്പിറ്ററിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ജൂസിന്റെ പൂർണ്ണ രൂപം ചോദിച്ചു കഴിഞ്ഞാൽ ജൂപ്പിറ്റർ ഐസി മൂൺ എക്സ്പ്ലോറർ എന്നാണ്. ജൂസ് കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ചത് ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്നുമാണ്. ജൂസ് കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ച തീയതി 2023 ഏപ്രിൽ മാസം 13. ജൂസ് കൃത്രിമോപഗ്രഹത്തിന്റെ വിക്ഷേപണ വാഹനം എന്ന് ചോദിച്ചാൽ അത് ഏരിയൻ 5 റോക്കറ്റ് ആണ്. ജൂസ് കൃത്രിമോപഗ്രഹം പഠനവിധേയമാക്കുന്ന വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? യൂറോപ്പ, കാലിസ്റ്റോ, ഗാനിമേഡ് എന്നിവയാണ് പഠിക്കുക. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് 1809 ജനുവരി മാസം 11 ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്, പഠിക്കാതെ പോവല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയതെന്നാണ് 1809 ജനുവരി മാസം 11. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധിയായിരുന്നു കുണ്ടറയിലെ ഇളമ്പന്നൂർ ക്ഷേത്രം. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി എന്ന് ചോദിച്ചാല് കുണ്ടറയിൽ സ്ഥിതി ചെയ്യുന്ന ഇളമ്പന്നൂർ ക്ഷേത്രമാണ്. 1809 പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് വേലുത്തമ്പി ദളവ ആത്മത്യാഗം ചെയ്തു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു. 1809 പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചിട്ട് വേലുത്തമ്പി ദളവ ആത്മത്യാഗം ചെയ്തു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു. വേലുത്തമ്പി ദളവയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ കണ്ണൻമൂലയിൽ പ്രദർശിപ്പിച്ചു. അതും പഠിച്ചോളണേ, PSC പ്രീവിയസ് ആയി ഒരിക്കൽ ചോദിച്ചതാണ്. വേലുത്തമ്പി ദളവയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ എവിടെയാണ് പ്രദർശിപ്പിച്ചതെന്ന് ഉത്തരം കണ്ണൻമൂലയിൽ. വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി, പത്തനംതിട്ട. വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ്, അത് പത്തനംതിട്ട ജില്ലയിലാണ്. വേലുത്തമ്പി ദളവയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വേലുത്തമ്പി ദളവയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. വേലുത്തമ്പി ദളവയുടെ പേരിൽ സ്ഥാപിതമായ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ധനുവച്ചപുരം, അത് തിരുവനന്തപുരം ജില്ലയാണ്, മറക്കല്ലേ. വേലുത്തമ്പി ദളവയുടെ പേരിൽ സ്ഥാപിതമായിരിക്കുന്ന കോളേജ് സ്ഥിതി
സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ധനുവച്ചപുരം, അത് തിരുവനന്തപുരം ജില്ലയിലാണ്. വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയം, തിരുവനന്തപുരം. വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാ സുഹൃത്തുക്കളെ? നേപ്പിയർ മ്യൂസിയം, അത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇത്രയും PSC പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട് പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറയാം, വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയതെന്നാണ് 1809 ജനുവരി മാസം 11 കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി എന്ന് ചോദിച്ചാല് കുണ്ടറയിലെ ഇളമ്പന്നൂർ ക്ഷേത്രമാണ്. 1809 പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് വേലുത്തമ്പി ദളവ ആത്മത്യാഗം ചെയ്തു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു. വേലുത്തമ്പി ദളവയുടെ മൃതദേഹം ബ്രിട്ടീഷുകാർ കണ്ണമ്മൂലയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. വേലുത്തമ്പി ദളവയുടെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി, പത്തനംതിട്ട ജില്ല. വേലുത്തമ്പി ദളവയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ, നമ്മുടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. വേലുത്തമ്പി ദളവയുടെ പേരിൽ സ്ഥാപിതമായിരിക്കുന്ന കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ധനുവച്ചപുരം, തിരുവനന്തപുരം ജില്ല. വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് നേപ്പിയർ മ്യൂസിയം, തിരുവനന്തപുരത്താണ്. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായി പഠിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.